ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അതാണ് ചണ ചോർ മസാല. ചണ ചോർ മസാല ഉണ്ടാക്കാനായിട്ട് ചണ ചോറിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ച് പാക്കറ്റിലോട്ടിടാം. പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ചെരുവത്തിലോട്ടിടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, വെജിറ്റബിൾസ്, ഉള്ളി, ഒണിയൻ, സവാള, തക്കാളിക്ക, പച്ചമുളക്, പിന്നെ മല്ലിയില, ഈ സാധനങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ മസാല, നമ്മുടെ ചാട്ട് മസാല കൂടെ ചേർക്കണം. ചാട്ട് മസാലയും അതിൻ്റെ കൂടെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ സ്വല്പം നാരങ്ങ നീരൊഴിക്കുക. മുളക് പൊടി, റെഡ് മുളക് പൊടി വേണമെങ്കിൽ സ്വല്പം ചേർക്കാവുന്നതാണ്, എരിയുടെ ആവശ്യമനുസരിച്ച്. ഇത് ചാട്ട് മസാലയാണ്, നമുക്ക് സലാഡിനകത്തൊക്കെ ഇട്ട് കഴിക്കുന്നത്. അത് നമുക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് വേറെ മസാലകളൊന്നും അധികം ചേർക്കേണ്ട കാര്യമില്ല. അഥവാ ചാട്ട് മസാല ഇല്ലെങ്കിൽ ഉപ്പ്, മുളക് പൊടി, നാരങ്ങ നീര് ഇതൊക്കെ ഇട്ട് തന്നെ നമുക്ക് ഇളക്കി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ നല്ല രസമാണ്. ഇത് ചണ ചോറ് മസാലയെന്ന് പറയും. ചണയെന്ന് പറഞ്ഞ് നമ്മുടെ കറുത്ത ചണ പുഴുങ്ങി അതിനെ ചതച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തേക്കുന്നതാണ്, ഉണക്കിയെടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് നല്ല പ്രോട്ടീനുള്ള സാധനമുണ്ട്. ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ്. നാരങ്ങാനീര്, ഉപ്പും മുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒണിയൻ്റെയൊക്കെ ആ ടേസ്റ്റ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. കൂടുതൽ പണിയൊന്നുമില്ല, ഒന്നും വേവിക്കുകയൊന്നും വേണ്ട. ഡയറക്റ്റ് നമുക്ക് പാക്കറ്റിനെ തട്ടിയിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്നാക്സാണ്. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്കെന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ചണ ചോർ മസാല. നമ്മൾ ട്രെയിനിലും ഒക്കെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ചിലപ്പോഴൊക്കെ. നമുക്ക് പാക്കറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന, ഒരാൾക്ക് 2 പേർക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.